ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്, പമ്പരം. ഒരു 1990-95 മുൻപ് ജനിച്ച ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കിയിട്ടും കറക്കിയിട്ടും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. പക്ഷേ അതിന് ശേഷം ഉണ്ടായവർക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് എനിക്കറിയില്ല. അതേപോലെ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇത് വാങ്ങിക്കാൻ കിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ഐറ്റം നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് പമ്പരത്തിൻ്റെ പിൻഭാഗമാണ്. അപ്പോൾ ആ പിൻഭാഗത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ മരത്തിൻ്റെ ഒരു ഭാഗം ചെത്തിയെടുക്കണം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പമ്പരം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. തള്ളുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒപ്പമുള്ള കുട്ടികൾക്കും കൂട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്ന് മുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താഴെയുള്ള ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അന്നൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊന്നും കടകളിൽ നിന്ന് പമ്പരം വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ അത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാട്ടിൽ പോയിട്ട് ഇതിന് പറ്റിയ മരം നോക്കിയിട്ട് വെട്ടി കൊണ്ടുവരും, എന്നിട്ട് പണിയെടുത്തുണ്ടാക്കും. ചിലപ്പോൾ എത്ര ഉണ്ടാക്കിയാലും ശരിയാവില്ല, ചിലതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാവും. അങ്ങനെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു കാലം നമ്മളൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിരാണ്. ഇനിയൊക്കെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു രസം നമ്മൾ ഓർക്കുക. ഇങ്ങനെ സ്വന്തമായിട്ട് പമ്പരം ഉണ്ടാക്കിയവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് പറയാം കേട്ടോ. എത്ര പേർക്ക് പമ്പരം ഉണ്ടാക്കാൻ ഒന്നറിയാലോ. അങ്ങനെ പമ്പരത്തിൻ്റെ ഒരു ഷേപ്പായി മാറിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഡെസ്കിൻ്റെ അവസ്ഥ കണ്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പമ്പരത്തിൽ ആണി അടിക്കുക എന്നുള്ളതാണ്. ഇനി ഏറ്റവും അവസാനത്തെ മിനുക്ക് പണിയാണ് ബാക്കിയുള്ളത്. കുപ്പിച്ചില്ലുകൊണ്ട് ഈ വെട്ടിൻ്റെ പാടൊക്കെ ഒന്ന് മായ്ച്ചു കളയുക, പമ്പരം ഒന്ന് ഫിനിഷിങ് ആക്കി വൃത്തിയാക്കിയിട്ട് എടുക്കുക. ചെറുപ്പത്തിൽ എത്ര തവണ ഈ കുപ്പിച്ചില്ല് ഇങ്ങനെ കയ്യിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളതിനൊന്നും കണക്കില്ല. ഇങ്ങനെയൊക്കെ ഭംഗിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താലും ഏറ്റവും അവസാനത്തെ പണിയാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഈ പമ്പരത്തിൻ്റെ ആണിയുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. അലൈൻമെൻറ്റ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പമ്പരം കറങ്ങും, പക്ഷേ കുറച്ച് നേരം കറങ്ങിയിട്ട് അവിടെ നിൽക്കും. അതേപോലെ തന്നെ പമ്പരം ചാടിയായിരിക്കും കറങ്ങുക. അപ്പോൾ ആ അലൈൻമെൻറ്റ് കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് ആണിയെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതല്ല അലൈൻമെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ആണി സ്റ്റഡി ആയിട്ട് അടിച്ചു വെച്ചാലും മതിയാവും. ഇനി നമുക്കിത് കറക്കി നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച.